ഹലോ, ഞാൻ ഇന്ന് ഒരു ചെറിയ ടിപ്പുമായിയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോഴും എൻ്റെ ചുറ്റുപാടുമായി ഒരുപാട് ചേർന്ന് കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിനും കാണുന്ന പുതിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാനും അറിയാനും സമയം കണ്ടെത്താറുണ്ട്. ഒരു കുഞ്ഞുകൂടി ആയപ്പോഴത്തേക്കും അതിലേക്ക് കൂടുതൽ എന്നെ ആകർഷിക്കാൻ തുടങ്ങി. പരമാവധി അവൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ തിരയാനും അത് നൽകാനും ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അത്തരമൊരു കാര്യമാണ്. ഭൂവി ജനിച്ച് 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് പനിയും ജലദോഷവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ആ സമയത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ കൊടുക്കുമായിരുന്നെങ്കിലും ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യം ആൻറ്റിബയോട്ടിക് സിറപ്പ് അധികം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അത്ര നല്ലതല്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടെന്നും. അങ്ങനെ എന്തായിരിക്കും ഇനി പനിയും ചൂടുമൊക്കെ കുഞ്ഞിന് വന്നാൽ നൽകുക എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഒറ്റമൂലിയെപ്പറ്റി അറിയുന്നത്. ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഫോർ ഭൂവി. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന 2 ഐറ്റങ്ങളാണ് പനിക്കൂർക്കയും തുളസിയും. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അങ്ങ് ഏറ്റു. ആഴ്ചയിൽ 2 തവണയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു രീതി എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു ആൻറ്റിയാണ്. ആൻറ്റി എന്ന് പറയുമ്പോൾ ആൻറ്റി ഒരു ആയുർവേദ ഡോക്ടറുടെ മകളാണ്. ഈ ഒരു ടിപ്പ് മേ ബി മിക്ക അമ്മമാർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ പുതിയ ജനറേഷനിലെ അമ്മമാർക്ക് കൂടി പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 2-3 പനിക്കൂർക്കയും കുറച്ച് തുളസിയും പിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലിക്കുട്ടുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പിടി സാധനത്തിന് ഇത്രയും വലിയ ഇഡ്ഡലിക്കുട്ടുവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ആവി കയറ്റാൻ മറ്റ് സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ എടുക്കേണ്ടി വന്നത്. ഞാനങ്ങനെ ഒരു കൈപ്പിടിയിൽ ഒതുക്കിയ ഈ ഐറ്റം ആവിയിൽ വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റോളം അതിലാവി തട്ടണം. ഇത് 2 ലൈറ്റിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ആവി വന്ന് തുടങ്ങി. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഓഫ് ചെയ്തു. പിന്നീട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു ഇലകൾ. തുറക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഈ ഇലകളുടെ ഈ ആയുർവേദ ഇലകളുടെ മണമൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇനി നമുക്കത് ഈ ബൗളിലേക്ക് മാറ്റാം. ഞാനിതിൽ ആവിയിൽ നമുക്ക് ബാലൻസ് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഞാനിങ്ങ് എടുക്കും. അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതും കാര്യം ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുന്നത് ആ വെള്ളത്തിലാണല്ലോ. ഇത് ഞാൻ നന്നായിട്ട് ഇതിനൊക്കെ ഞെവിടിയെടുക്കും. അതിൽ നിന്ന് മാക്സിമം ഞാൻ ഊറ്റിയെടുക്കുകയാണ്. ആ ഗുണങ്ങളെല്ലാം അതിൽ കിട്ടണം. ഇനി നേരെ നമുക്കിത് ഭൂവിക്ക് കൊടുക്കാൻ പോവാണ്. 2 പേരും കൊണ്ടു ചെന്ന പാടെ അമ്മയും ഒന്നും കൂടെ ഒന്ന് ഞെവിടി പിഴിഞ്ഞ് മാക്സിമം അതിൻ്റെ സത്തെടുക്കുകയാണ്. മരുന്നൊക്കെ കൊടുക്കാൻ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ അവൾ നിൽക്കില്ല, ചിലപ്പോൾ വേണമെങ്കിൽ തുപ്പിക്കളയും. അച്ചാമ്മ കൊടുക്കുന്നതുകൊണ്ട് ഇന്നെന്തോ ഭൂവി അനുസരണയോടെ നിൽക്കുന്നു. ഭാഗ്യം കുടിച്ചു. ഇംഗ്ലീഷ് മെഡിസിൻസിനെക്കാട്ടും ഭേദമാണല്ലോ എന്ന് വിചാരിക്കുമായിരിക്കും അവൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.